ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തത്. ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന്, ഇതുപോലെയുള്ള ദുഃഖത്തിൽ നിന്ന് മനുഷ്യർക്കൊരു മോചനം കിട്ടും. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന ജനതയാണ് യഹൂദ ജനത. കർത്താവിൻ്റെ തിരുമണവാട്ടികളായ 3 പേരാണ് എന്നോടൊപ്പമുള്ളത്. ഇത് സിസ്റ്റർ ജെസ്സി, സിസ്റ്റർ മേരി, സിസ്റ്റർ റെമി. ഇവർ സെൻറ്റ് ജോസഫ് ചാപ്പലിലുള്ള സിസ്റ്റർമാരാണ്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ക്രിസ്തുമസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മളിലൊക്കെ എത്തുന്നത് ശരിക്കും ദൈവമക്കളെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോഴാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. ഇപ്പോൾ ഇന്നിവിടുത്തെ കാഴ്ചകൾ കാണാനാണ് അമ്മമാരെത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് നമുക്കറിയാം, ഇസ്രായേലിൽ കഴിഞ്ഞ 2 വർഷമായി, ഒരുപക്ഷെ നമ്മളിത് 2ാമത്തെ ക്രിസ്തുമസാണ്. ആ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഭാരതത്തിലെ ഏത് രാജ്യത്തിലുള്ളവരായാലും എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മനസ്സിലൊരു നൊമ്പരമുണ്ടാകും. പക്ഷെ നമ്മുടെ ആ ഒരു രീതി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. എന്താണ് അവിടെയുള്ള ജനതയോട് പറയാനുള്ളത്? അവർക്ക് ആശ്വാസമായി കൊടുക്കാനുള്ളത്, അവർക്ക് കൊടുക്കാനുള്ള പ്രാർത്ഥന? നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ക്രിസ്തുമസ് എപ്പോഴും നമുക്ക് സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ സന്ദേശം നൽകുന്നതാണ്. ഈശോയുടെ ജനന സമയത്തും അതിനു മുൻപും ഏകദേശം സാഹചര്യങ്ങൾ ഇതുപോലെയായിരുന്നു. കാലഘട്ടം അനുസരിച്ച് അതിന് രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തത്. ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന്, ഇതുപോലെയുള്ള ദുഃഖത്തിൽ നിന്ന് മനുഷ്യർക്കൊരു മോചനം കിട്ടും. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന ജനതയാണ് യഹൂദ ജനത. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മനുഷ്യരുടെ പ്രതീക്ഷ എപ്പോഴും ഭൗതികമായിട്ടുള്ള ഈ ദുരിതത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു രാജാവ് വരും. അതാണ് ഈശോ ജനിച്ചപ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണ് മനുഷ്യർ കാത്തിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാലിത്തൊഴുത്തിൽ ജനിച്ച ഈ രാജാധിരാജനെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയത്. ഈശോ ഹൃദയങ്ങളുടെ രാജാവാണ്. ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോയാലും നമുക്കറിയാം, ഈശോയുടെ ജനനസമയത്ത് ഈശോ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും കടന്നുപോയ മാനസിക സംഘർഷങ്ങൾ എന്ന് പറയുന്നത് എത്രയോ അധികമാണ്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള സമാധാനത്തിന് അതൊന്നും കെടുത്തിയില്ല. അപ്പം ആ ഒരു സമാധാനം, ഹൃദയങ്ങളിൽ വാഴുന്ന രാജാവിനെ തിരിച്ചറിയുക, നിത്യതയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ രാജാവ് നമ്മെ നയിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ നമ്മൾ യാത്ര ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്ന ഒരു സന്ദേശം. ശരിക്കും നമ്മളെല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് ദിവസത്തെ പ്രാർത്ഥനയിൽ ഇസ്രായേലുള്ള ജനതയെ ആലോചിക്കുന്നുണ്ടാവും, ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ? ഏത് രാജ്യത്തും, യുദ്ധം നടക്കുന്ന ഏത് രാജ്യത്തും, ഇന്ന രാജ്യമെന്നില്ല, അത് നമ്മളിപ്പോൾ പെർട്ടിക്കുലറായിട്ട് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. പക്ഷേ ഇതിന് സമാനമായ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വേദന അനുഭവിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവരോടെല്ലാവരോടും പറയാനുള്ളതും ക്രിസ്തു അന്ന് പറഞ്ഞ ആ സമാധാനത്തിൻ്റെ സന്ദേശം തന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഭൗതികമായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ഓക്കെ, സേഫ്, നമുക്കിവിടെ സുരക്ഷിതരാണ്, ഇവിടെ നമുക്ക് ജീവിക്കാനായിട്ട്, നമുക്ക് ഐശ്വര്യമായിട്ട് ജീവിക്കാം, സമൃദ്ധിയുണ്ട്. ആ ഒരു സന്ദേശമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു സമാധാനം, സന്തോഷം. അതിനുവേണ്ടി അവർക്ക് തനിയെ ശ്രമിക്കാനായിട്ടാവത്തില്ല. എന്നാലും ആ ഒരു സമാധാനം അവരുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.